മറ്റൊരു വാർത്ത സിപിഎമ്മിന്റെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്ന വാർത്തയാണ്. ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ അപ്രതീക്ഷ നീക്കം നടത്താനൊരുങ്ങി പാർട്ടിയിലെ പ്രബല വിഭാഗം. ജില്ലാ സെക്രട്ടറി ആർ നാസറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് രഹസ്യ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. നാസർ 3ാം ടേം പൂർത്തിയാക്കുന്നതിന് മുൻപാണ് എതിർചേരിയുടെ നീക്കം. സജി ചെറിയാന്റെ അടുത്ത അനുയായിയും പ്രൈവറ്റ് സെക്രട്ടറിയുമായ മനു സി പുളിക്കൽ, ടി കെ ദേവകുമാർ എന്നിവരാണ് പ്രഥമ പരിഗണനയിൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ജി സുധാകരന്റെ ആധിപത്യത്തിന് ശേഷം വ്യത്യസ്ത ഗ്രൂപ്പുകളായി നിലകൊള്ളുന്ന ആലപ്പുഴ സിപിഎമ്മിലെ പ്രബലർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ നയിക്കുന്ന വിഭാഗമാണ്. ഏരിയ സമ്മേളനങ്ങളിൽ ചുരുക്കമിടങ്ങളിലൊഴികെ കൃത്യമായ ആധിപത്യം നേടാൻ അവർക്ക് കഴിഞ്ഞെങ്കിലും ജില്ലയിലെ സുപ്രധാന ഘടകമായ സെക്രട്ടേറിയറ്റിൽ ആ മേൽക്കോയ്മ സജി ചെറിയാൻ വിഭാഗത്തിനില്ല. 13-അംഗ സെക്രട്ടേറിയറ്റിൽ എ രാഘവൻ, എം സത്യപാലൻ, ജി ഹരിശങ്കർ, ആർ നാസർ, പി ചിത്രഞ്ജൻ എന്നിവർ എതിർപ്പാളയത്തിലുള്ളവരാണ്. CB ചന്ദ്രബാബു സംസ്ഥാന നേതൃത്വത്തോട് നേരിട്ട് ബന്ധമുള്ളയാളും നാസറിനോട് വിയോജിപ്പില്ലാത്ത സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ്. നിശബ്ദമായി നടന്നുപോയ ഏരിയ സമ്മേളനങ്ങൾ ചൂണ്ടിക്കാട്ടി വിഭാഗീയത പൂർണ്ണമായി ഇല്ലാതാക്കിയെന്ന് ജില്ലയുടെ ചുമതലക്കാരൻ കൂടിയായ സജി ചെറിയാൻ ആവർത്തിക്കുമ്പോഴും സമ്മേളന പ്രതിനിധികളെ തെരഞ്ഞെടുത്തതിലുൾപ്പെടെ ഇടപെടൽ നടത്തി വിമത സ്വരങ്ങളെ പൂർണ്ണമായി അടിച്ചമർത്തി കൃത്യമായ ആധിപത്യം ഉറപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൽ അമ്പലപ്പുഴയും കായംകുളവും ഹരിപ്പാടും ഉൾപ്പെടെ ശക്തി കേന്ദ്രങ്ങളിൽ താഴെത്തട്ടിൽ അതൃപ്തി പുകയുന്നുണ്ട്. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഏറ്റവും അധികം പാർട്ടി അംഗങ്ങൾ വിട്ടുനിന്ന ജില്ല ആലപ്പുഴയാണെന്നതും ശ്രദ്ധേയമാണ്. ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ച് പാർട്ടി ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഈ ആലപ്പുഴ ജില്ലയിൽ മുന്നോട്ട് പോകും. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ മുന്നേറ്റം ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകുക. മുൻ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ മനു സി പുളിക്കൽ സജി ചെറിയാന്റെ മാനസപുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ്. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ജില്ലയിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന പാർട്ടി നിർദ്ദേശമുണ്ടെന്നിരിക്കെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി തിരുവനന്തപുരത്തേക്ക് പോയിട്ടും മനു ജില്ലാ സെക്രട്ടേറിയറ്റിൽ തുടർന്നത് വിമർശനമുണ്ടാക്കിയിരുന്നു. ഇനി ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആർ നാസർ മാറ്റപ്പെട്ടാൽ ഒരുപക്ഷെ സമുദായ സമവാക്യം പരിഗണിച്ച് ടി കെ ദേവകുമാർ മുൻനിരയിലേക്കെത്തും. സജി ചെറിയാനുമായി നേർക്കുനേർ പടനയിച്ച പി ചിത്രഞ്ജനെ കൂടി അനുനയിപ്പിച്ചാണ് നിലവിലെ ജില്ലാ സെക്രട്ടറിക്കെതിരെയുള്ള ടേം പൂർത്തിയാക്കുന്നതിന് മുമ്പുള്ള നീക്കം. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ജില്ലയിൽ നിന്നുള്ള ഒഴിവിൽ ചിത്രഞ്ജനെ പരിഗണിക്കുമെന്ന് ഉറപ്പ് സജി ചെറിയാൻ വിഭാഗം നീക്കുപോക്കുകളുടെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നാസറിന് പിന്തുണ നൽകുന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ രാഘവനെയും എം സത്യപാലനെയും പടനിലം സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സഹകരണ ബാങ്ക് അഴിമതി എന്നീ മുൻ ആരോപണങ്ങൾ വീണ്ടും സമ്മേളനത്തിൽ ചർച്ചയാക്കിയും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കാനാണ് നീക്കം. ഒപ്പം കായംകുളം, ഹരിപ്പാട്, കഞ്ഞിക്കുഴി ഏരിയയിൽ നിന്നുള്ള നിലവിലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഒഴിവാക്കപ്പെട്ടേക്കാം. എന്നാൽ മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധമുള്ള ആർ നാസർ ഈ നീക്കത്തെ മറികടക്കുമോ എന്ന് വേണം കാത്തിരുന്ന് കാണാൻ. പാർട്ടി കോട്ടയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടി നേരിട്ട ആലപ്പുഴയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ 3 ദിവസം ക്യാമ്പ് ചെയ്താണ് സമ്മേളന നടപടികൾ പരിശോധിക്കുക. പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു എന്നതും ശ്രദ്ധേയമാണ്. വിഭാഗീയതയ്ക്ക് പേരുകേട്ട ആലപ്പുഴയിൽ സമ്മേളനം കഴിയുന്നതോടെ അതൃപ്തരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാകുമെന്നതാണ് ലഭ്യമാകുന്ന സൂചന. ജില്ലാ സെക്രട്ടറിയായി ആർ നാസർ 3 ടേമുകൾ പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെയാണ് അദ്ദേഹത്തെ നീക്കുന്നതിനുള്ള അണിയറ നീക്കങ്ങൾ ആലപ്പുഴയിൽ നടക്കുന്നത്. ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും ഈ സമ്മേളനത്തിൽ വലിയ അഴിച്ചുപണി നടക്കും. സജി ചെറിയാൻ വിഭാഗത്തിന് പൂർണ്ണ ആധിപത്യം നൽകുന്ന രീതിയിലായിരിക്കും ഇത്തവണത്തെ സമ്മേളനം അവസാനിക്കുക. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഹരിപ്പാട് നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരും. ശരണ്യ, ഇപ്പോൾ നമുക്കറിയാം ആലപ്പുഴയിലെ വിഭാഗീയതയ്ക്ക് കാലങ്ങളോളം പഴക്കമുണ്ട്. കഴിഞ്ഞ കുറെ നാളായി അവിടെ ശക്തമായ വിഭാഗം സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം തന്നെയാണ്. നാസറിനെ മാറ്റുക എന്നുള്ളത്, പ്രത്യേകിച്ച് 3ാം ടേമിലേക്ക് നാസർ കടക്കുകയാണ്. 3 ടേം വരെ സെക്രട്ടറി ആയിരിക്കാം. അത്ര എളുപ്പമാണോ? നേരത്തെ ശരണ്യ വാർത്തയിൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ഒരു പിന്തുണയുള്ള ആൾ കൂടിയാണ് നാസർ. അത് മറികടന്നുള്ള നീക്കം നടത്തണമെങ്കിൽ അത്ര ശക്തമായ കാര്യങ്ങൾ വേണം. അതിനുള്ള സാഹചര്യം ഉണ്ടോ ഇപ്പോൾ? നിലവിലത്തെ സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കം, രഹസ്യ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് മനു സി പുളിക്കൽ ആദ്യഘട്ടം മുതൽ തന്നെ സജി ചെറിയാന്റെ അടുത്ത അനുയായിയും ഒപ്പം തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയുമാണ്. നാസർ 2 ടേം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ നാസറിനെതിരെ കടുത്ത വിമർശനം
ഈ വരുന്ന സമ്മേളനത്തിലടക്കം വിവിധ കോണുകളിൽ നിന്ന് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം അത് സംഘടിതമായി അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. അതായത് സാമ്പത്തിക ആരോപണം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ സംഘടനാ രംഗത്ത് വീഴ്ച വരുന്നു. തെരഞ്ഞെടുപ്പിൽ വന്ന തിരിച്ചടി, ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതായത് വിപിൻ സി ബാബുവിന്റെ അടക്കമുള്ള വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങളടക്കം ചൂണ്ടിക്കാട്ടി ഈ വിഷയങ്ങളൊക്കെ വിമർശനങ്ങളായി ഉന്നയിച്ച നേതൃരംഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ആ നേതൃപാടവത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മാറ്റുക എന്നുള്ള ഒരു അജണ്ടയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ. അത്തരമൊരു രഹസ്യ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അമ്പലപ്പുഴയിൽ നിന്ന് അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളുമായി സജി ചെറിയാൻ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാന പരിഗണന വയനാട് മാതൃകയിൽ മനോജ് പി പുലിക്കലിനെ ഒരു യുവ നേതാവ് എന്നുള്ള രീതിയിൽ, അതായത് കാലത്തിനൊത്ത നേതാവല്ല എന്നുള്ള കാരണം കാണിച്ചുകൊണ്ട് ഒരു യുവ നേതൃനിര വരണം എന്നുള്ള രീതിയിൽ അടുത്ത അനുയായിയും ഒപ്പം തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ മനോജ് പി പുലിക്കലിന്റെ പേര് പ്രഥമ പരിഗണനയിലേക്ക് അവർ സജി ചെറിയാൻ വിഭാഗം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതിൽ മനോജ് പി പുലിക്കലിനോടൊപ്പം തന്നെ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആർ നാസർ മാറുമ്പോൾ അത്തരത്തിലൊരു സമുദായ സമവാക്യം പാലിക്കപ്പെടേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ടി കെ ദേവകുമാറിനെ ആ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുള്ള ഒരു ആലോചനയും അവർക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ടേമുകൾ നാസർ പൂർത്തിയായിട്ടുള്ള സാധാരണഗതിയിലെ കീഴ്വഴക്കം അനുസരിച്ച് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആളുകൾ 3 ടേമുകൾ പൂർത്തീകരിക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് മാറ്റുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടാവാറുമുണ്ട്. എന്തായാലും ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സജി ചെറിയാൻ വിഭാഗത്തിന് ഈ സുധാകരന്റെ ആധിപത്യത്തിന് ശേഷം സജി ചെറിയാൻ വിഭാഗത്തിന് ഒരു കൃത്യമായ ഒരു മേധാവിത്വം ഉള്ള ജില്ലയാണ് ആലപ്പുഴ. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ജില്ലാ സെക്രട്ടേറിയറ്റിലടക്കം അത്തരം ഒരു ആധിപത്യം പുലർത്താനായി അവർക്ക് കഴിയുന്നില്ല. അത് പൂർണ്ണ തോതിൽ അതിന് എതിർപ്പാളയത്തിൽ ആർ നാസറും രാഘവനും ഒപ്പം സത്യപാലനും അടക്കമുള്ള ആളുകൾ എതിർപ്പാളയത്തിലുണ്ട്. ഇവർക്കെതിരെ സംഘടനാ നടപടി എടുത്ത് ടി പി ചിത്തരഞ്ജനെയും സത്യപാലനെയും തരം താഴ്ത്തിയിരുന്നെങ്കിലും പിന്നീട് അവർ വീണ്ടും തിരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സമ്മേളന കാലയളവിൽ ഈ പ്രധാനപ്പെട്ട എതിർപ്പാളയത്തിലുള്ള ആളുകളെ പുറത്തേക്ക് മാറ്റി സെക്രട്ടേറിയറ്റിൽ പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇവർ വെക്കുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയും ആ രീതിയിൽ പുനഃസംഘടിപ്പിക്കപ്പെടും. കായംകുളം അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ മാറ്റപ്പെടും. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് പി പി ചിത്തരഞ്ജന്റെ കൂടെ, അതായത് സജി ചെറിയാന്റെ എതിർപ്പാളായിട്ടുള്ള പി പി ചിത്തരഞ്ജന്റെ കൂടെ പിന്തുണ ഉറപ്പിച്ചാണ് ഈ നാസറിനെതിരെയുള്ള നീക്കം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പി പി ചിത്തരഞ്ജന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.